പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് നിർത്തിയത് ശരിയായിട്ടുള്ള വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് ലിറ്ററൽ, ഗ്രമാറ്റിക്, ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമർ, ലിറ്ററൽ, വേർഡ് മീനിങ് ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ദ വേർഡ്, ഇതെല്ലാം ചേർന്നാണ് നമ്മൾ വ്യാഖ്യാനത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ലിറ്ററൽ ഹെർമന്യൂട്ടിക്സ്, അതായത് അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം, വാക്ക് ബൈ വാക്ക് ഉള്ള വ്യാഖ്യാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ പുതിയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പഠനം എല്ലാം നമ്മൾ ചെയ്തത് അങ്ങനെയാണ്. വേർഡ് ബൈ വേർഡ്, ഗ്രമാറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ രീതിയിലാണ് ഇതുവരെയും നമ്മൾ സഭയിലെല്ലാം വ്യാഖ്യാനിച്ചു കൊണ്ടിട്ടുള്ളത്. ഒരു വ്യാഖ്യാതാവ് വചനം വ്യാഖ്യാനിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം വേദപുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായമാണ്. നിങ്ങൾ വേദപുസ്തകത്തെ എങ്ങനെയാണ് കരുതുന്നത്? ചില ആളുകൾ വിചാരിക്കുന്നത് വേദപുസ്തകത്തിൽ ദൈവവചനമുണ്ട്. അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. വേദപുസ്തകം മുഴുവൻ ദൈവവചനമാണെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്നും അത് ആ വചനത്തിൽ എന്തെങ്കിലും എഴുതി നമുക്ക് മനസ്സിലായാൽ അതിന് നമ്മുടെ ജീവിതത്തിൽ അധികാരമുണ്ട് എന്നും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും നമ്മളെ കറക്റ്റ് ചെയ്യുവാനും അധികാരമുണ്ട് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. It means we have to believe in the authority of the Bible and believe that it's inerrant എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് മിസ്റ്റേക്ക്, വിത്തൗട്ട് എറേഴ്സ്, ആൻഡ് ഓൾവേസ് സ്പീക്സ് ദ മൈൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മൈൻഡ് നമുക്ക് വെളിപ്പെടുത്താൻ നമ്മൾ കൃത്യമായ വേദപുസ്തകത്തെക്കുറിച്ചുള്ള വ്യൂ നമുക്കില്ലെങ്കിൽ നമുക്ക് വചനം വ്യാഖ്യാനിക്കുവാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു പുസ്തകത്തെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് വ്യാഖ്യാനിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ശരിക്കും ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ വ്യൂ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ കരുതേണ്ടത്. We need to understand that the scriptures are authentic, accurate and credible revelation of God. ദൈവത്തിന്റെ വെളിപ്പാടുകൾ തെറ്റില്ലാതെ ഏറ്റവും യുക്തമായി, കൃത്യമായി, വിശ്വസനീയമായ രീതിയിൽ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ദ പെർസ്പിക്യൂറ്റി ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറയും. അതായത് വചനത്തിന്റെ ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡബിൾനെസ്. വചനം വായിച്ച ഒന്നും മനസ്സിലാവില്ല ബ്രദറെ എന്ന് പറയാൻ ഒരിക്കലും പാടില്ല. കാരണം വചനം ക്ലിയറായി, വ്യക്തമായി നമ്മോട് സംസാരിക്കും. അപ്പോൾ വചനത്തിന്റെ ക്ലാരിറ്റി, അല്ലെ വചനം നമ്മോട് സംസാരിക്കുന്നതിനകത്തുള്ള ക്ലാരിറ്റി, ഇതൊരു കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ വായിച്ചിട്ട് അത് എനിക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് പറയാമെങ്കിലും അതൊക്കെ ഗ്രഹിക്കാൻ പാടാ എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം ദൈവത്തിന്റെ വചനം ഓൾവേസ് സ്പീക്സ് വിത്ത് ക്ലാരിറ്റി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ വേദപുസ്തകം എഴുതപ്പെടുന്നത് ഓരോ ചരിത്രപരമായ സാഹചര്യത്തിലാണ്. യെശയ്യാന്റെ പ്രവചനം എഴുതിയ ഒരു ചരിത്രപരമായ സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ പുതിയ നിയമ ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ, ഇതെല്ലാം എഴുതപ്പെട്ടത് ചരിത്രത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തികളോടും ദൈവം സംസാരിക്കുന്നതിനകത്ത് പ്രത്യേക വെളിപ്പാടുകൾ ദൈവം നൽകുമ്പോൾ അത് അവരവരുടെ പശ്ചാത്തലത്തിലാണ് നൽകിയത്. ഇപ്പൊ ഉദാഹരണത്തിന് ദാവീദിലൂടെ ദൈവത്തിന്റെ പ്രവചനം കർത്താവ് പറയുമ്പോൾ അത് ദാവീദിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം, അത് വെളിയിലുള്ള ചരിത്രമല്ല, വേദപുസ്തകത്തിനകത്ത് തന്നെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം എല്ലാ വചനങ്ങൾക്കും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ വേദപുസ്തകം വായിക്കാൻ വേണ്ടി തുറക്കുകയാണ്. അപ്പോൾ ബൈബിളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, ഓണർ ചെയ്യുന്നു, അതിന് അതോറിറ്റിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതിലെന്ത് തെളിഞ്ഞാലും, ഇപ്പൊ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ടു മീ, ഞാനത് അംഗീകരിക്കുന്നു. കാരണം ഐ നോ എൻ്റെ ബുദ്ധിക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷെ ബൈബിൾ ഓൾവേസ് ക്ലിയർലി സ്പീക്സ്.
വിത്ത് അതോറിറ്റി. അപ്പൊ ബൈബിളിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വി നീഡ് ടു ഹാവ് എ ഹംബിൾനെസ്. ഇനി 7 പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മൾ ഈ വ്യാഖ്യാനത്തിന് ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. പഴയ നിയമം വായിച്ചിട്ട് ഇങ്ങനെ തോന്നി, പുതിയ നിയമം വായിച്ചിട്ട് അങ്ങനെ തോന്നി, ദൈവം അങ്ങനെ ഇങ്ങനെ മാറി എന്നൊന്നും ഒരിക്കലും പറയരുത്. ഗോഡ് നെവർ ചേഞ്ചസ്. അത് മാത്രമല്ല, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന സന്മാർഗപരമായ കാര്യങ്ങൾ, അതായത് മോറൽ നിയമങ്ങൾ, ദൈവത്തിന്റെ ഒരിക്കലും മാറ്റം വരാത്ത വിശുദ്ധി എന്ന സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ദൈവം നമ്മോട് എന്താവശ്യപ്പെട്ടാലും അത് ദൈവത്തിന്റെ വിശുദ്ധി എന്ന ഒരിക്കലും മാറാത്ത ഗുണവിശേഷത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ദൈവത്തിൽ നന്മയല്ല അതൊന്നും പുറപ്പെടുന്നില്ല. അവൻ്റെ വിശുദ്ധന്മാരെ സംബന്ധിച്ച് എപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അവൻ്റെ ഹോളിനെസ്സിൽ നിന്നാണ് അവൻ്റെ ഓരോ റിക്വയർമെൻറ്റും വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പഴയ നിയമത്തിൽ പല സമയത്തും ആളുകൾ പാപം ചെയ്യുന്നത് ദൈവം മൈൻഡ് ചെയ്യാതെ വിടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനർത്ഥം ദൈവം ഒരിക്കലും പാപത്തെ കോണ്ടോൺ ചെയ്യുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നല്ല. കാരണം പല സമയത്തും ദൈവം കണ്ണടച്ചു വിടുന്നത് മനുഷ്യനോടുള്ള അവൻ്റെ കരുണ കൊണ്ടാണ്. എന്നാൽ ഈ പാപമെല്ലാം ക്രിസ്തുവിൽ ചുമത്തപ്പെട്ടു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം ഒരിക്കലും പാപത്തെ ലഘുവായി കാണുന്നില്ല, പാപത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പൊ പാപത്തെ അംഗീകരിക്കുന്ന രീതിയിൽ നമ്മളൊരു വചനം വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തത്, ഓരോ പ്രാവശ്യവും പാപം ചെയ്തു കഴിയുമ്പോൾ ഇത് പാപമായിരുന്നു, ഇത് പാപമായിരുന്നു എന്ന് ബൈബിളിൽ പറയുകയില്ല. അപ്പൊ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അയ്യോ ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചത് എടുക്കരുത്. കാരണം അത് ദൈവം പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഈ ബൈബിളിൽ കാണുന്ന എല്ലാ പ്രവൃത്തികളും ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിലെല്ലാ കാര്യങ്ങളും ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, ദൈവം ഒരു പാപം ചെയ്ത് നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് പാപത്തോടുള്ള മനോഭാവം ഒരിക്കലും ലഘുവാകുന്നില്ല. പാപം ഇപ്പോഴും ദൈവത്തിന് മുമ്പിൽ ഗൗരവമായിട്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ ഒരിക്കലും നമ്മുടെ പാപങ്ങൾക്കൊത്ത വണ്ണം ദൈവം നമ്മോട് പകരം ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് അനന്യസിന്റെ സഫീറുടെയും കഥ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം ദൈവം എപ്പോഴും പാപത്തിന് ഇക്വലന്റ് ആയിട്ട് നമ്മളോട് പെരുമാറുന്നില്ല. അതിനർത്ഥം പാപത്തെ ദൈവം ന്യായീകരിക്കുന്നു എന്നല്ല. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ മോറൽ വാല്യൂസ് ഒരിക്കലും മാറുകയില്ല. ദൈവം പിന്നീട് ഒരിക്കലും അത് മാറ്റുന്നില്ല. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ആരെങ്കിലും ബൈബിളിലെ നല്ല മനുഷ്യരെ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, യേശുക്രിസ്തു ഒഴിച്ച് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് അത് പാപമാണ്, തെറ്റാണ് എന്ന് ബൈബിൾ പറഞ്ഞില്ലെങ്കിലും അത് നമുക്ക് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, പൗലോസ് പോയി തലമുണ്ടനം ചെയ്തത് അത് ശരിയോ തെറ്റോ എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അത് പഴയ നിയമത്തിൻ്റെ ഒരു ആചാരമായിരുന്നു. പുതിയ നിയമസഭയ്ക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ശരിയോ തെറ്റോ എന്ന് പറയാത്ത പല കാര്യങ്ങളും മനുഷ്യർ ചെയ്തതിനെല്ലാം ദൈവം അതുപോലെ അംഗീകരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ദൈവം യേശു കർത്താവ് അതൊരു ബൈബിൾ സൈലന്റ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളും സൈലന്റ് ആയിരിക്കണം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്കുണ്ട്, അത് ബൈബിളിലുണ്ടെങ്കിലും ഉണ്ട്. ബൈബിളിൽ ഇല്ല എങ്കിൽ ഇല്ല എന്ന് ധൈര്യമായി പറയുവാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ഹൃദയം ഒരിക്കലും മാറുന്നില്ല, ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതാതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം, അതായത് ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന ചരിത്രപരമായ പശ്ചാത്തലവും കൂടെ നോക്കണം. കാരണം ദൈവം ഒരിക്കലും പാപത്തെ അനുകൂലിക്കുകയോ പാപത്തെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യാഖ്യാനം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമുക്ക് ബൈബിൾ വായിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാകും
പക്ഷെ എന്തിനാണ് നമ്മൾ വ്യാഖ്യാനം പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകം എഴുതുന്ന ആള് എന്ത് ആണ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പുസ്തകം എഴുതുന്ന ഒരാള്, ആ റോമാലേഖനം എഴുതിയ ഒരാള്, ഉദാഹരണത്തിന്, ഞാൻ ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു. ഈ വാക്യം വായിക്കുമ്പം എന്തുദ്ദേശത്തോടു കൂടിയാണ് അത് എഴുതുന്നത്? അവിടെ രണ്ട് ഉദ്ദേശങ്ങൾ നമുക്ക് പൗലോസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അതാണ് നമ്മളതിൻ്റെ ആ വാക്യത്തിന് ചുറ്റുമുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നതിന്റെ കാരണം. ഒന്നാമത്തെ ഉദ്ദേശം ഇസ്രായേലിന്റെ രക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പൊ ഇസ്രായേലിന്റെ രക്ഷ ഉറപ്പായിട്ട് നടക്കും എന്ന് പറയാൻ വേണ്ടി, പിന്നീട് ഒരിക്കൽ റിസ്റ്റോർഡ് ആവും എന്ന് പറയാൻ വേണ്ടി പൗലോസ് പറഞ്ഞു വരികയാണ്, ഒരു നല്ല പ്രവൃത്തിയും കണ്ടിട്ടല്ല യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തത്. അവൻ ഗുണമോ ദോഷമോ പ്രവർത്തിക്കുന്നതിന് മുൻപാണ്. ഇതാണ് അതിന്റെ ഒന്നാമത്തെ ഹിസ്റ്റോറിക്കൽ മീനിങ്. അങ്ങനെ പറയുന്നതിന്റെ കാരണം, ദൈവം ഇസ്രായേലിന്റെ ഈ വലിയ പാപം ക്ഷമിക്കുകയും, കാരണം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിന്റെ ഗുണം കൊണ്ടല്ലാത്തത് കൊണ്ട്, നന്മയോ തിന്മയോ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് തെരഞ്ഞെടുത്തതുകൊണ്ട്, പരമാധികാരത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ദൈവം അനുദപിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും വ്യർത്ഥമാവുകയില്ലെന്നും, അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണെന്നും, അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവസന്നിധിയിൽ റിസ്റ്റോർഡ് ആകപ്പെടും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 9, 10, 11 അധ്യായങ്ങൾ റോമാലേഖനത്തിൽ നമ്മൾ ഒന്നിച്ച് വായിക്കണം. അപ്പോഴേ അത് മനസ്സിലാകും. അതാണ് വി നീഡ് ടു സെർച്ച് ഫോർ ദറ്റ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഇനി രണ്ടാമത് അതിനകത്തൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചരിത്രം കൂടെ നമുക്ക് കാണാം. അവിടെ കാണിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവഹിതം മനുഷ്യരുടെ പ്രയത്നത്താലോ ഇഷ്ടത്താലോ അല്ല, ദൈവത്തിന്റെ നിർണയമാണ് എന്ന് വരേണ്ടതിന്. അപ്പോൾ ഇതൊരു തിയോളജിക്കൽ കാര്യം കൂടെ പറയുന്നുണ്ട്. വി നെവർ എലക്ട് ഗോഡ്, ഗോഡ് എലക്ട്സ് ഹിസ് പീപ്പിൾ. ഈ രണ്ട് കാര്യങ്ങളും അതിനകത്തുണ്ട്, ലെയർ 1, ലെയർ 2. അപ്പോൾ എന്താണ് ഓദർ ശരിക്കും ഉദ്ദേശിച്ചത്? ഇപ്പൊ പൗലോസ് എന്താ ഉദ്ദേശിച്ചത്? ആ ഉദ്ദേശത്തിലേക്ക് നമുക്ക് വരണം. നമ്മൾ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തിയിട്ടുള്ള, അതായത് ഒത്തിരി ടീച്ചേഴ്സ് ഒത്തിരി മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് യേശു കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് നിലവിളിച്ച കാര്യം. എന്തിനാണ് നിലവിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ തൊട്ടു ചുറ്റും പറഞ്ഞിട്ടുണ്ട്, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനായിട്ടാണ് നിലവിളിച്ചത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലമുണ്ട്. എന്തിന് ഈ എബ്രായ ലേഖനകർത്താവ് ഇത് എഴുതാനുള്ള കാരണം എന്താണ്? എബ്രായ ലേഖനകർത്താവ് ഇത് എഴുതാനുള്ള കാരണം, ഒരു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച ആ യാഗത്തിന്റെ ഗുണവിശേഷത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയും, ഓക്കെ, അത് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുമാണ്. അതാണ് ഉദ്ദേശം. പക്ഷെ ചില ആൾക്കാർ പറയും, യേശു കർത്താവ് കരഞ്ഞത് പാപം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. യേശു കർത്താവ് പാപം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പറയുകയല്ല എബ്രായ ലേഖന കർത്താവിന്റെ ഉദ്ദേശവും നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ദാറ്റ്സ് വാട്ട് വി കോൾ ഓദർ ഇന്റൻഷൻ ഓഫ് ദ ഓദർ, ഓർ ഓദർ ഇന്റന്റ്. എന്താണോ, അപ്പൊ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും, യേശു ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണോ അത് എഴുതിയേക്കുന്നത്? അല്ല, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? എൻ്റെ ചുറ്റുമുള്ള വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതനായിരുന്നു. അപ്പോൾ ഓദർ എന്താണ്, ആ എഴുത്തുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാണ് അതിന് ചുറ്റുമുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതുപോലെ വേദപുസ്തകത്തിൽ ഓരോ വാക്യങ്ങളുടെ ചുറ്റും ഒരു അർത്ഥങ്ങളുടെ ലെയറുകളുണ്ട്. ഒരർത്ഥമേ ഉള്ളൂ, പക്ഷെ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ പല ലെയർ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇത് കണ്ടെത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രസം എന്നുള്ളതല്ല, നല്ല വ്യാഖ്യാനിച്ചു കേട്ടോ എന്ന് പറയാൻ വേണ്ടിയല്ല. അന്ന് പൗലോസ് ഇത് എഴുതിയപ്പോൾ പൗലോസ് എന്തുദ്ദേശിച്ചു? വാസ് ഹിസ് തോട്ട് പ്രോസസ്? ശമരിയാക്കാരന്റെ കഥ പറയുമ്പോൾ യേശുക്രിസ്തു രക്ഷയെക്കുറിച്ച് പറയാനാണോ അത് പറഞ്ഞത്? അല്ല. അവിടെ അത് പറഞ്ഞിരിക്കുന്നത് നല്ല ശമരിയാക്കാരൻ അല്ല, ഒരു നല്ല അയൽക്കാരനാരാന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദാറ്റ്സ് ദ ഓതേഴ്സ് ഇന്റൻഷൻ.
അപ്പോൾ ഓതറിന്റെ ഇന്റന്റ് വിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ ഒരു വ്യാഖ്യാതാവിന്റെ ഏറ്റവും വലിയ കഠിനാധ്വാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 5 മെസ്സേജ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഓതർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹെർമെന്യൂട്ടിക്സ് അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രം ഉപയോഗിക്കുന്നത്. പല ആൾക്കാരും പല ടെക്നിക്കുകൾ ഉപയോഗിക്കും. നമ്മൾ ടെക്നിക്കുകളുടെ ആൾക്കാരല്ല. നമ്മൾ വചനത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡെസിഫർ ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും പറയുന്നത് ഓതർ എന്താന്ന് ഇന്റന്റ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, നിനക്കത് വായിച്ചിട്ട് ആശ്വാസമായെങ്കിൽ നിനക്ക് ഓക്കെ. ഇതിനെയാണ് നമ്മൾ റീഡേഴ്സ് ഇന്റന്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും വായിക്കാം. അങ്ങനെയാണ് ഇപ്പൊ പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ബ്രദറെ മനസ്സിലായത്, അതെനിക്ക് ഭയങ്കര ബലമായി. വെരി ഗുഡ്. പക്ഷെ വേറൊരാളെ പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് ബലമായിരിക്കും, നല്ല ബലമായിട്ട് കിടന്നുറങ്ങാം. പക്ഷെ വേറൊരാൾ ഇത് പഠിപ്പിക്കണമെങ്കിൽ യു നീഡ് ടു ഇന്റർപ്രറ്റ് ദ ടെക്സ്റ്റ് വിതിൻ ദ കോണ്ടെക്സ്റ്റ്. എങ്കിലേ എഴുത്തുകാരൻ എന്ത് ഉദ്ദേശിച്ചു എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് അടുത്തൊരു ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ. നിങ്ങൾ ഏത് വാക്യം എടുത്താലും അതിനൊരു ഉദാഹരണം കിട്ടും. ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ, അവൻ വീശുമുറം അവൻ്റെ പക്കലുണ്ട്. അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും, വീശുമുറം അവൻ്റെ പക്കലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരകൾ സൂക്ഷിച്ചു വെക്കുകയും പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ വാക്യം വായിക്കുമ്പോൾ ഈ ഓതർ എഴുതിയ ആള് കർത്താവ് പറഞ്ഞ കാര്യമാണ്, അല്ല യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത് പറയുന്നത്? യോഹന്നാൻ സ്നാപകൻ ഒരു വിശ്വാസി ആദ്യം ആത്മാവിൽ സ്നാനപ്പെട്ട് കുറെ കഴിഞ്ഞപ്പോൾ അവൻ അഗ്നിയിലും സ്നാനപ്പെട്ട് അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ചു പോകും എന്ന് പറയാൻ വേണ്ടിയാണോ? അല്ല. എൻ്റെ പിന്നാലെ വരുന്നയാള് എന്നേക്കാൾ വലിയവനാണെന്നും ന്യായവിധി നടപ്പാക്കാനും ആളുകളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ന്യായവിധി നടപ്പാനും അധികാരമുള്ളവനാണെന്നും അത് സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നും പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? അത് വായിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്. എന്താണ് ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം? അതിന് പുതിയൊരു അർത്ഥം ഉണ്ടാക്കിക്കൊണ്ടുവരിക അല്ല ആത്മാവ് ചെയ്യുന്നത്. ആ അർത്ഥത്തെ നമുക്ക് പ്രകാശിപ്പിച്ചു തരികയാണ്. എന്ത് ഉദ്ദേശത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. Christ has an authority over everything. He is the judge who will condemn the wicked and save his believers. അപ്പോൾ ഓതർ ഇന്റൻഷൻ നമ്മൾ എപ്പോഴും അത് ഏത് ഭാഗം വായിച്ചാലും ദ ഇന്റൻഷൻ ഓഫ് ദ ഓതർ എന്താണെന്ന് അറിയാൻ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും ആ ചുറ്റുമുള്ള ഭാഗങ്ങളിലൂടെ എന്ത് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുകയാണ്. ഉദാഹരണത്തിന് ആനയെ കാണാൻ പോയ ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇരുട്ടിൽ അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ കേട്ടിട്ടുണ്ടോ? കുറെ അന്ധന്മാർ കൂടി ആനയെ കാണാൻ പോയിട്ട് ഒരുത്തൻ പോയി എൻ്റെ വാലെ പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് ചൂലാണല്ലോ. അപ്പൊ പറഞ്ഞു, ആന ഒരു ചൂല് പോലെയുണ്ട്. അടുത്ത് വേറൊരാൾ പറഞ്ഞു, അവൻ്റെ കാലെ പോയി പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇതൊരു തൂണ് പോലെയുണ്ട്. ആന എന്ന് പറഞ്ഞാൽ ഒരു തൂണാണ്. വേറൊരുത്തൻ എൻ്റെ ചെവി പിടിച്ചിട്ട് പറഞ്ഞു, ഇത് അരി പാറ്റുന്ന മുറം പോലുണ്ട്. ആന എന്ന് പറഞ്ഞാൽ ഒരു മുറമാണ്. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രീതിയിലും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ എന്താന്ന് കാണാതെ അതിൽ ഓരോ വാക്യവും പറക്കിയെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വാല് ചൂലായും കാല് തൂണായും തോന്നും എന്നുള്ളതാണ്. അപ്പൊ വ്യാഖ്യാനിക്കുമ്പോൾ വി നീഡ് ടു ഹാവ് an holistic picture. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ 3, 4, 5 ചാപ്റ്റേഴ്സ് വായിക്കേണ്ടി വരും. എങ്കിലേ അതിൻ്റെ ആശയം പിടികിട്ടൂ. കാരണം അതൊരു ഡിസ്കഷനാണ്, ഒരു തോട്ട് പ്രോസസ്, ഒരു ടോപ്പിക്കാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ തുടങ്ങി 13-ാം അധ്യായം വരെ പോകുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. ലോങ് ഡിസ്കഷൻ. അപ്പൊ ചില വാക്യങ്ങളുടെ ഉത്തരം കിട്ടാൻ വി ഹാവ് ടു ഗോ ഓൺ റീഡിങ് ഫോർ സോ മെനി അവേഴ്സ്. അപ്പൊ നമുക്കിത് അറിയാനുള്ളൊരു പാഷൻ ഉണ്ടാകണം. കർത്താവ്, എന്താണ് നീ എന്നോട് സംസാരിക്കുന്നത്? എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? സോ എവ്രി ബിലീവർ ഈസ് ആൻ ഇന്റർപ്രറ്റർ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓതർ ഇന്റൻഷൻ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് വി ഓൾ ഷുഡ് കീപ് ഇൻ മൈൻഡ്. ഓക്കെ.
അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഓവർ ഇന്റൻഷൻ കണ്ടുപിടിക്കുന്നത്? ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റന്റ് ഓഫ് ദ ഓതർ. ഓക്കെ, ഒന്ന്, ഏത് പശ്ചാത്തലത്തിലാണ് കർത്താവ് സംസാരിച്ചതെന്ന് ഈ വാക്യങ്ങൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാം. രണ്ട്, വചനത്തിലുള്ള അതിന്റെ പശ്ചാത്തലം നിർവചിക്കുക. മൂന്ന്, വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുക. നാല്, വേദശാസ്ത്രപരമായ ട്രൂത്ത് മനസ്സിൽ കരുതുക. ഓക്കെ, ഞാൻ 4 പറഞ്ഞെന്ന് തോന്നുന്നു. 5, ജനറുകൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ജനർ, സോണർ എന്നൊക്കെയാണ്. അത് GENRE, സോണർ. അതായത് വിവിധ തരത്തിലുള്ള ലിറ്റററി ഫോംസ്. ഒരു പാട്ടാണെങ്കിൽ പാട്ട്, ഉപമയാണെങ്കിൽ ഉപമ, ഒരു എന്താ ഹൈപ്പർബോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തി കലർന്ന ഒരു പ്രയോഗമാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ ഉപദേശം. ഓരോ വാക്യവും ആ കോമൺ ഡോക്ടറിനോട് എങ്ങനെ എഗ്രി ചെയ്യുന്നു എന്നുള്ളതും കണ്ടെത്തും. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയാൽ മാത്രമാണ് നമുക്കൊരു ഓതർ ഇന്റന്റ് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. ഇത് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം പോകുന്ന ഒരു കോഴ്സായിട്ട് ഇത് പോകും. ഐ ഡോണ്ട് ഇന്റന്റ് ടു ഡു ദാറ്റ്. ഐ വാണ്ട് ടു ഫിനിഷ് ഇറ്റ് ബൈ ടുമോറോ. അതിനപ്പുറത്തേക്ക് ഇത് പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. കാരണം ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കും? ആകെ കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ട് വി ഓൺലി നീഡ് ടു നോ ദ എസെൻഷ്യൽസ്. ഒത്തിരി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പണ്ടാണ്ട് പറഞ്ഞ പോലെ മർമ്മവിദഗ്ധൻ ആണെങ്കിൽ എല്ലാം സ്ഥലത്തും മർമ്മമാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമായി പോരുത്. സോ വി നീഡ് ടു വി ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ ടോട്ടൽ പാറ്റേൺ ഓഫ് റെവലേഷനോട് എഗ്രി ചെയ്യുന്ന രീതിയിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് ഏത് വചനവും സംസാരിക്കൂ. അതായത് വചനത്തിൽ ഒരു ഭാഗം മാത്രം മറ്റു ഭാഗങ്ങളോട് ചേരാതെ മുഴച്ചു നിൽക്കുകയില്ല. ഇറ്റ് ഹാസ് എ സിൻക്രണൈസേഷൻ. ആത്മാവ് അങ്ങനെയാണ് തരുന്നത്. ഒരിക്കലും ഒരു ഭാഗം മാത്രം മറ്റു വേദഭാഗങ്ങളിലെ റെവലേഷനിൽ നിന്ന് മാറി നിൽക്കുകയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അടുത്തിടെ ഇറങ്ങിയേക്കുന്ന എന്താ ഹൈപ്പർ ഡിസ്പെൻസേഷണൽ ഗേറ്റ് മിനിസ്ട്രീസ്, അവർ പറയുന്നത് തിമോത്തിയോസിൽ ഒരു വാചകം വെച്ചിട്ട് ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ഇംഗ്ലീഷിലുള്ള അങ്ങനെ വിഭജിച്ച് പഠിപ്പിക്കുക. ഒറ്റ വാക്യം വെച്ചിട്ട് എല്ലാ തിരുവെഴുത്തും ദൈവാശ്വാസ്യവും ഗുണത്തിന് യോഗ്യവും എന്നുള്ളതെല്ലാം കളഞ്ഞിട്ട് അവരിന്ന് ഒരൊറ്റ വാക്യം വെച്ച് ബൈബിളിനെ പിളർത്തി ഇത് യവനനെ എന്നിങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനിലേക്ക് അവർ പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ. ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെ ഹൗ ടു ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്? ബിക്കോസ് ഇൻ ദോസ് ടൈംസ് ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചർ വാസ് ടോൾഡ്. അതിൽ ഓൾഡ് ടെസ്റ്റമെന്റ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ട കാര്യമില്ല. യു ഹവ് ടു ഡിവൈഡ് വാട്ട് ഈസ് ഫോർ ദ സിനൈറ്റിക് കവനന്റ് ആൻഡ് വാട്ട്സ് ഫോർ ദ എറ്റേണൽ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇത് ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഓരോ ശാസ്ത്രിയുടെ ഉദ്ദേശമായിരുന്നു. പുതിയ നിയമത്തിൽ ഓരോ ശാസ്ത്രിയും പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടമനെ പോലെ ആയിരുന്നു. സോ ദേ ഹാഡ് ടു ഡിവൈഡ് വാട്ട് വാസ് പെരിഫറൽ or what superficial or what was spiritual. അത് ഡിവൈഡ് ചെയ്യേണ്ടത് അന്നത്തെ ടീച്ചേഴ്സിന്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. ബട്ട് ദേ ഡിവൈഡഡ് ആൻഡ് സ്പ്ലിറ്റ് ദ ബൈബിൾ ഇൻ ടു മെനി പാർട്സ്. ഓക്കെ, അതുപോലെ തന്നെ ഒരിക്കലും ഒരു വചനം എഴുതിയിരിക്കുന്ന കാര്യം വേറൊരു വചനത്തെ എതിർത്തുകൊണ്ട് വരികയില്ല. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാസ്റ്ററെ, അവിടെ ഇങ്ങനെ വായിച്ചു, അങ്ങനെ ഒരിക്കലും വരില്ല. വെൻ യു ആർ ഇന്റർപ്രറ്റിംഗ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ടു ആർ റിക്കൺസൈൽഡ്. ഒരു വാക്യം പോലും. ഞാൻ ഇത്രയും നാളായിട്ട് വചനം പഠിപ്പിക്കുന്നു. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ 10-25 വർഷമായിട്ട് വചനം പഠിപ്പിക്കുന്നു. ഐ നെവർ സീൻ എ വേഴ്സ് കോൺട്രഡിക്റ്റിംഗ് അനദർ വേഴ്സ്. അത് ഈ ബൈബിളിന്റെ മാഗ്നിഫിക്കൻസ് ആണ്. ഇത്രയും ഓതേഴ്സ്, ഇത്രയും ഓവർ മെനി സെഞ്ചുറീസ് എഴുതിയ ഒരു പുസ്തകം ഒരു വാക്യം മറ്റൊരു വാക്യത്തോട് കോൺട്രഡിക്റ്റഡ് ആകാതെ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കര ആധികാരികത. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വചനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ സമ്മതിക്കണം. നമ്മുടെ ആശയങ്ങൾക്ക് മുമ്പ് വചനത്തിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഉദാഹരണത്തിന് വീണ്ടും ജനനം എന്ന വാക്ക് നിക്കോദമോസിനോട് പറയുമ്പോൾ ഈ വീണ്ടും ജനനം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വെള്ളം എന്താണ്? അതറിയാൻ വി ഹാവ് ടു ലുക്ക് അറ്റ് അതർ പാസേജസ്
where the scripture will explain the scripture. 2000 ലേഖനത്തിൽ ഇത് തന്നെയുണ്ട്. കർത്താവ് നിങ്ങളുടെ മേൽ ധാരാളമായി പകർന്ന പുനർജനന സ്നാനത്താലും ആത്മാവിന്റെ നവീകരണത്താലും അത്രേ. പുനർജനന സ്നാനത്താലും കർത്താവ് നിങ്ങളുടെ മേൽ ധാരാളമായി പകർന്ന ആത്മാവിന്റെ നവീകരണത്താലും അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സോ വീണ്ടും ജനനം എന്ന പ്രോസസ്സിൽ നമുക്ക് ആ വാക്യം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ഭാഗത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറെ പല വാക്യങ്ങൾ ഉണ്ട്. സോ ദ സ്ക്രിപ്ചർ ഹാസ് ടു എക്സ്പ്ലെയിൻ ദ സ്ക്രിപ്ചർ. അതല്ലാതെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിങ്ങനെയാണ്, ഈ വെളിപ്പാട് വ്യാഖ്യാനിക്കുന്നവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശല്യക്കാരൻ. അവർ വെളിപ്പാട് തുറന്നു വെച്ചിട്ട് വായിക്കുമ്പോൾ കേൾക്കുന്നതെല്ലാം അവർക്ക് തോന്നും, ഇത് റഷ്യയെ കുറിച്ചാണ് പറയുന്നത്, ഇത് ഹിറ്റ്ലറാണ്, ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്. It is wrong to do that. Don't attribute things to the Bible. Don't put ideas into the Bible. നിങ്ങളുടെ ഐഡിയാസ് എല്ലാം കൂടെ ബൈബിളിനകത്തോട്ട് കയറ്റരുത്. നമുക്കെല്ലാം ഭയങ്കര ഐഡിയാസാണ്, പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഈ ഐഡിയാസും എല്ലാം കൂടെ മിക്സപ്പായി അവസാനം പ്രസംഗിക്കുന്നത് നമ്മുടെ ആശയം തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു വേദഭാഗത്തിൻ്റെ തിയോളജിക്കൽ കോണ്ടെക്സ്റ്റ്, ഒരു വേദശാസ്ത്രപരമായ ഒരു പശ്ചാത്തലം എല്ലാ വാക്യങ്ങൾക്കും ഉണ്ട്. There is a വേദശാസ്ത്രം in every passage. There is some doctrine communicated. കാരണം ബൈബിളിൻ്റെ ഉദ്ദേശം അതാണ്. ഓരോ മെസ്സേജിനകത്തും ഒരു ഡോക്ട്രിൻ ഉണ്ട്. The Bible clearly speaks to us. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് കാണുമ്പോൾ കിട്ടുന്ന മീനിങ് ആണ്. അത് നോക്കി മനസ്സിലാക്കിയ ശേഷം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാതെ മാത്രമേ നമ്മൾ വേറൊരു ഷെയ്ഡ് ഓഫ് മീനിങ് അന്വേഷിക്കാവൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ടെക്സ്റ്റിനെ കുറിച്ച്, പ്രധാനമായിട്ടും അപ്രോച്ചിങ് ദ ടെക്സ്റ്റ് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത് ഗ്രാമർ ആൻഡ് ലാംഗ്വേജ്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന പല സഹോദരങ്ങൾക്കും ഈ ഗ്രാമർ ഒന്നും പഠിക്കാൻ ഈ വയസ്സനാം കാലത്ത് ഇനി അതിന് സമയമൊന്നുമില്ല. നിങ്ങൾ ഇതൊന്നും പഠിക്കാൻ പോവുകയും വേണ്ട. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ വ്യാകരണമൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഇനി ഈ പുള്ളി പറയുന്ന കേട്ടിട്ട് ഇനി ഗ്രീക്ക് ഗ്രാമറും ഹീബ്രു ഒക്കെ പഠിച്ചിട്ട് വ്യാഖ്യാനിച്ച് എവിടെ പോയി പ്രസംഗിക്കാൻ, എനിക്കിതെങ്കിലും വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. ഇത് വലിയ കുഴപ്പമുള്ള കേസല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഗ്രാമർ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇത്തിരി പറഞ്ഞ വാക്യം. അതായത് ഒരു വാക്യം ഞാൻ പറയാം. ബ്രദറെ, രാവിലെ ഞാൻ എഴുന്നേറ്റുന്ന 5 മണിക്ക്, ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ല, അതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. അല്ല, ഇപ്പം ഇന്നത്തെ കഥ പറയുകയാണെങ്കിൽ, ഞങ്ങൾ രാവിലെ 4:30 മണി മുതൽ യാത്രയായിരുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണിയായ 2:30 ആയപ്പോഴാണ് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ബൈ ദ വേ, എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും, കോ ബ്രദർ ഒരു ദിവസം കഴിഞ്ഞ മാസം സുവിശേഷ വിരോധികളെ ആക്രമിക്കപ്പെടുകയും ICUയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത് അറിഞ്ഞു കാണുമായിരിക്കും. അവരുടെ വീട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, ഭയങ്കര ടയേർഡാണ്, ക്ഷീണം ഉണ്ട്. പിന്നെ ഈ വാക്ക് പറഞ്ഞിട്ട് എപ്പോഴും മാറ്റുന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകിട്ട് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ? ഇതിന് പശ്ചാത്തലം ആവശ്യമില്ല. ദർ ഇസ് എ ഗ്രാമർ. എന്താ ഗ്രാമർ? ഒന്ന് പാസ്റ്റ് ടെൻസ് ആണ്, ഞങ്ങൾ യാത്ര ചെയ്ത് വരികയായിരുന്നു. മറ്റൊന്ന് കഴിഞ്ഞ മാസം നടന്ന കാര്യമാണ്, അത് പാസ്റ്റ് ഇൻ ദ പാസ്റ്റ് ആണ്, അത് ഭൂതകാലത്തിനകത്തെ ഭൂതകാലമാണ്. ഓക്കെ, ഇപ്പം ക്ഷീണമുണ്ട്, ഉറക്കക്ഷീണമുണ്ട് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഗ്രാമർ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ പലപ്പോഴും ചോദിക്കില്ലേ, പിന്നെ ഇംഗ്ലീഷിന് ഗ്രാമർ പഠിക്കുന്നത്, അമേരിക്കയിലെ പിള്ളേർ എന്താ ഗ്രാമർ പഠിച്ചിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത് ചോദിക്കില്ലേ? കേട്ടിട്ടില്ലേ അത്? ഞങ്ങൾ മലയാളം ഗ്രാമർ നല്ല ശുദ്ധമായിട്ട് പറയുന്നത്, എവിടെയെങ്കിലും ഗ്രാമർ പഠിച്ചിട്ട് നമുക്ക് മലയാളം ഗ്രാമർ പോലും അറിയത്തില്ല, പക്ഷെ നല്ല മലയാളം പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് പഠിക്കുന്നവർ ഏത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ഗ്രാമർ ഉണ്ട്. നിങ്ങൾ മലയാളം ഗ്രാമർ എല്ലാം പഠിച്ച് മുറ്റുവീന, പറ്റുവീന, കാരിതം, അകാരിതം, നിർദ്ദേശക, ഇതൊക്കെ പഠിച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഇതൊക്കെ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് പോലും നമുക്കറിയത്തില്ല. ബട്ട് ഗ്രാമർ മീൻസ്
ഒരു വാക്യം പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്ലെയിൻ സെൻസ് ഓഫ് മീനിങ് ഈ ഗ്രാമറിനെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും വ്യാഖ്യാനിക്കുക. ദാറ്റ് മീൻസ് ദ പ്ലെയിൻ. ഇപ്പോൾ ഞാനതിന് കാണുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് എന്നെ പഠിപ്പിച്ച ഒരു സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഒരു ക്ലാസ് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലായെങ്കിൽ, നിങ്ങൾക്കിത് വീട്ടിൽ പോയിട്ട് 90 വയസ്സായ നിങ്ങളുടെ വല്യമ്മയോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് പ്ലെയിൻ സിമ്പിൾ ഗ്രാമർ ഒരു അവിശ്വാസി വായിച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നണം. ദാറ്റ് മീൻസ് ദാറ്റ്സ് ദ ഗ്രാമാറ്റിക്കൽ റീഡിങ്. ഓക്കെ. ഇപ്പൊ പല ആൾക്കാരും വായിക്കുമ്പം അവിശ്വാസം അതിന്റെ അർത്ഥം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ട് ബ്രദറെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോലും അങ്ങനെ ഞങ്ങൾ വായിച്ചില്ലല്ലോ, കണ്ടില്ലല്ലോ. സോ ദാറ്റ്സ് നോട്ട് ദെയർ ഇൻ ദ പ്ലെയിൻ റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ്. അതിനർത്ഥം നമ്മൾ എന്തോ അതിനകത്ത് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാമർ എന്തിനു നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ മീനിങ് നമുക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. അതിനൊരിക്കലും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അതിന്റെ മുകളിലാണ് നമ്മുടെ മെഡിറ്റേഷൻ. when you are going deeper into a scripture, meditating on it, അത് നമ്മൾ ഈ ഗ്രാമറിന്റെ മുകളിലാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ഗ്രാമറിനെ നിഷേധിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം, ഒരു വാക്ക് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. അതേ വാക്ക് വേറൊരു സ്ഥലത്ത് പ്രയോഗിച്ചിരിക്കുന്ന വേറൊരു പശ്ചാത്തലത്തിലായിരിക്കും. അപ്പോൾ വെൻ യു ആർ ഇന്റർപ്രറ്റിംഗ് യു നീഡ് ടു റീഡ് അറൗണ്ട് ദ പാസേജ്. അതിന്റെ മുൻപിലും പിൻപിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യമുണ്ട്. ചില ആൾക്കാര് ഈ വേർഡ് സ്റ്റഡി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. എനിക്ക് പണ്ട് ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. ഉദാഹരണത്തിന് കാര്യവിചാരകന്മാർ, ഡീക്കന്മാർ. ഈ വാക്ക് ഗ്രീക്കില് ഡിയക്കോണോസിസ് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഡിയാക്കോണോസ്, കൊണോസിസ് അല്ല, ഡിയോക്കണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീക്കൻ, കാര്യവിചാരകൻ. ഡിയാക്കോണോസ് എന്ന വാക്ക് ഇന്ന രീതിയിലാണ് അന്ന് ഗ്രീക്ക് സാഹിത്യത്തിൽ അതിന് ഞാൻ എന്നാ വേണം? നോട്ട് ഇൻട്രസ്റ്റഡ്. ഇതിന് ഇങ്ങനെയും കൂടെ അർത്ഥമുണ്ട്. ആയിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. കാരണം അതിനകത്ത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൂ. യു ഓൺലി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് വേർഡ് ഇൻ ദിസ് പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. ബാക്കി അർത്ഥങ്ങൾക്ക് യാതൊരു യുക്തിയുമില്ല, ആവശ്യമില്ല. സോ ഡോണ്ട് ഓവർ ഇന്റർപ്രറ്റ്. ഡോണ്ട് ഗോ ഫോർ ദ റൂട്ട് മീനിങ് ആൻഡ് റൂട്ട് മീനിങ്. എന്തിനാണ് ഇത്? വചനം അല്ലാണ്ട് വളച്ചൊടിച്ച് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ആ വ്യാഖ്യാനം എങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നീ വരുമ്പോ ഒരു 500 രൂപയുടെ കൊണ്ടുവരെ. ഓക്കെ. എറ്റിമോളജി, വേർഡ് സ്റ്റഡി. രൂപ എന്നുള്ളത് ലാറ്റിനിൽ അത് കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. 500 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ദ പ്ലെയിൻ മീനിങ്. സോ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ഡോണ്ട് ഗോ ഫോർ എ ഡീപ്പ് എറ്റിമോളജിക്കൽ സ്റ്റഡി. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും നമുക്കില്ല. ഓക്കെ. നമ്മൾ എപ്പോഴും, ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല, ഞാൻ ഇന്നേ വരെ പ്രസംഗിച്ച 1-2 സ്ഥലത്താണ് ഈ വേർഡിന് ഇങ്ങനെ അർത്ഥമുണ്ട്. ഞാൻ ആകെ 1-2 ഗ്രീക്ക് വാക്ക് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇതൊക്കെ മനുഷ്യന് പ്ലെയിൻ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിളിൽ എഴുതിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്ന് ദൈവത്തിന് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. നീ എന്തുകൊണ്ട് ഇത് അനുസരിച്ചില്ല എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായില്ല കർത്താവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ധനവാനായ മനുഷ്യനോട് യേശു പറയാണ്, നീ നിനക്കുള്ള സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എനിക്ക് വേണം. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുമായിരുന്നെങ്കിൽ അവന് പുറകെ കുറെ നാൾ കഴിയുമ്പോൾ നീ എന്താ വിറ്റിട്ട് വരാൻ ചോദിക്കുകയാണെങ്കിൽ പറയാം, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയാം അല്ലേ. When the commandments are simple, it demands an obedience. When the commandments get complicated, നിങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമല്ലാതെ ഒരിക്കലും അനുസരണത്തിലോട്ട് പോവില്ല. സോ വി നീഡ് ദ സിമ്പിൾ മീനിങ് ഓഫ് ഓൾ പാസേജസ്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇന്ന് വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കാൻ വരുന്നവന് ഈ വചനം വ്യാഖ്യാനിക്കുന്നൊന്നും വിശ്വാസികളല്ല, പ്രസംഗിക്കാൻ വരുന്നവരാണ്. അവരുടെ ഉദ്ദേശത്തിന് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതല്ല, നല്ലൊരു പ്രസംഗം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇതിന്റെ പർപ്പസ് പൊളിഞ്ഞു പോകുന്നത്. ബൈബിളിൽ ഒരു വാക്യം പോലും ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയിട്ടില്ല. ഒരു വാക്യം പോലും. പാസ്റ്ററായിട്ട് കുറെ പേര് കാണും, അവർക്ക് പ്രസംഗം എഴുതാൻ വേണ്ടി 2-3 പോയിന്റുകൾ കൊടുത്തത്. അങ്ങനത്തെ ഒരു ആശയമേ ബൈബിളിലില്ല. സ്പീക്സ് ടു കോമൺ പീപ്പിൾ. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. സോ
പ്രസംഗിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് എറ്റിമോളജി, റൂട്ട് സ്റ്റഡി, ഗ്രീക്ക് സ്റ്റഡി, അതായത് കാരണം ഐ ഹാവ് ടു അപ്പിയർ ഇന്റലിജന്റ്. നമുക്ക് ഈ ഞാൻ ഭയങ്കര ബുദ്ധിമാനാണെന്നും പഠിച്ച ആളാണെന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ത്വരയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഓവർ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. കീപ് ഇറ്റ് സിമ്പിൾ, കീപ് അവർസെൽസ് ഹംബിൾ. ഓക്കെ, അപ്പോൾ ഗ്രാമർ വെച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ആ വാക്യത്തിന്റെ യഥാർത്ഥ മീനിങ്ങിലേക്ക് എത്താൻ പാടുള്ളൂ. ഗ്രാമർ ആൻഡ് ദ പ്ലെയിൻ സിമ്പിൾ വേർഡ് സ്റ്റഡി ഉപയോഗിക്കാം. ഒരിക്കലും ഗ്രീക്ക് പഠനം അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. യു ക്യാൻ യൂസ് എ വെരി ഗുഡ് ബൈബിൾ ഫോർ യുവർ മെഡിറ്റേഷൻ ആൻഡ് ഫോർ യുവർ ഇന്റർപ്രിട്ടേഷൻ. ഐ ഓൾവേസ് റെക്കമെൻഡ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് സത്യവേദ പുസ്തകമാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പുതിയ ലിപിയുള്ള സാധനം ഒന്നും മേടിക്കാൻ പോരുത്. വാട്ട് യു ഹാവ്, ദാറ്റ് സത്യവേദ പുസ്തകം ഈസ് ദ ട്രൂവസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഇൻ മലയാളം. വേറെ ഏത് നോക്കിയാലും അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലിറ്റററി ജനറൽ, സോണർ, അതുപോലെ ഫിഗർ ഓഫ് സ്പീച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. ഫിഗർ ഓഫ് സ്പീച്ച് ഏത് തരത്തിലുള്ള വാക്കുകളാണ് അവിടെ നമുക്ക് ലിറ്റററി പ്രയോഗിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ഏതും ഓരോന്നും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ഓൾഡ് ടെസ്റ്റാമെന്റ് ന്യൂ ടെസ്റ്റാമെന്റ് തമ്മിൽ എങ്ങനെയാണ് ഇതിന്റെ വ്യാഖ്യാനം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചില എക്സാമ്പിൾസും കൂടെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്, എന്നാലേ ഇത് നമുക്ക് മനസ്സിലുള്ളൂ. ഞാനിപ്പോൾ പ്രിൻസിപ്പിൾസ് കൂടുതൽ പറഞ്ഞെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞാൽ കുറവാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ. എന്താണ് ടൈപ്പ് എന്ന് പറയുന്നത്? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഒന്ന് രണ്ടെണ്ണം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്, ഞാൻ ഈ പറയുന്നതിനകത്ത് ശരിക്കും ടൈപ്പ് ആണെങ്കിൽ നമുക്കിത് ഇപ്പം സൂമിലായതുകൊണ്ട് യെസ് എന്നും പറഞ്ഞാലും കേൾക്കില്ല. എങ്കിലും നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ടൈപ്പ് മൽക്കീസദേക്ക് യേശു ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ശരിയാണോ? ആണ്. എന്തുകൊണ്ടാണ്? അത് പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ മൽക്കീസദേക്കിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ റിലേറ്റ് ചെയ്ത് പ്രസംഗിക്കാം. ഓക്കെ, അഹരോനെ കുറിച്ച് പറയുമ്പം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ അഹരോനെ പൗരോഹിത്യമായിട്ട് കണക്കൂട്ടാൻ പറ്റത്തില്ലെങ്കിലും ഈ പാപയാഗം, അകൃത്യയാഗം കഴിക്കുന്നു എന്നുള്ള ആ പുരോഹിതന്റെ ധർമ്മത്തെ നമുക്ക് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള, അപ്പൊ അഹരോനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഒരു ടൈപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഇസ്ഹാക്ക് യേശുക്രിസ്തുവിന്റെ ടൈപ്പാണോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. The Bible does not mention Isaac to be a type of Christ. ഇപ്പൊ ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ, ക്രിസ്തുവിനെ ആരായി കോട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളവരെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഇനി ശബത്ത്, പഴയ നിയമത്തിലെ ശബത്ത് അനുഭവത്തെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ടൈപ്പ് എവിടെയുണ്ട്? പുതിയ നിയമത്തിലുണ്ട്. ദാറ്റ്സ് അവർ ശബത്ത് റെസ്റ്റ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പഴയ നിയമ വാക്കുകൾ കാണുമ്പോൾ ആ ടൈപ്പുകളെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ടാബർനാക്കിൾ. ഈ ടാബർനാക്കിൾ സമാഗമന കൂടാരം. ടാബർനാക്കിളിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആ തിരശീല കീറിയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം എന്നുള്ളതിനാൽ എ ബിലീവേഴ്സ് ആക്സസ് ടു ഗോഡ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ടാബർനാക്കിളിന് ഒരു ടൈപ്പായിട്ട് ഉപയോഗിക്കാം. പക്ഷെ യേശു ക്രിസ്തുവിനെ ടാബർനാക്കിളായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇറ്റ് ഹാസ് എ പ്രോബ്ലം വെൻ യു ഡു ദാറ്റ്. പക്ഷെ ടാബർനാക്കിളിന്റെ കർട്ടനെ വേണമെങ്കിൽ നമുക്ക് യേശു കർത്താവ് തൻ്റെ ദേഹം എന്ന തിരശീല കീറി എന്ന് പറയുന്നത് കൊണ്ട് ആ പാത്വേ, ആ പാസേജ് ആയിട്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം ഓഫറിങ്സ്, പലതരത്തിലുള്ള ഓഫറിങ്സ്. ഇതെല്ലാം കർത്താവ് അവനെ ഓഫർ ചെയ്തതിൻ്റെ ടൈപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ടൈപ്പോളജിക്കൽ വ്യാഖ്യാനം എന്ന് പറയുന്നത് ലിറ്ററൽ അല്ല. നമ്മൾ പറഞ്ഞു ലിറ്ററൽ വ്യാഖ്യാനമേ നമ്മൾ ചെയ്യാവുള്ളൂ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മൾ എപ്പോഴാണ് ടൈപ്പോളജിയിലോട്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ ലിറ്ററൽ അല്ല, ബട്ട് ഇറ്റ് ഇസ് മെൻഷൻഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ദാറ്റ് ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ദാറ്റ്. ഓക്കെ, ആദമും ജീസസും, ഫസ്റ്റ് ആഡം ആൻഡ് ലാസ്റ്റ് ആഡം, സെക്കൻഡ് ആഡം. പക്ഷെ ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നതിനേക്കാളും ആന്റി ടൈപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എങ്ങനെ ആയിരുന്നു ആദം, അങ്ങനെ അല്ലായിരുന്നു ക്രിസ്തു. ഓക്കെ, രണ്ട് മനുഷ്യര്, ആദം, ക്രിസ്തു. So we call Christ an anti-type of Adam. No, reverse.
ആഡം ഈസ് ആൻ ആൻറ്റി ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. കാരണം ആദം എങ്ങനെ അനുസരണക്കേട് കാണിച്ചോ, ക്രിസ്തു നേരെ തിരിച്ചാണ്. സോ ഹി റെപ്രസെൻറ്റഡ് ഒബീഡിയൻസ് ആൻഡ് ആഡം റെപ്രസെൻറ്റഡ് ഡിസൊബീഡിയൻസ്. അപ്പോൾ ടൈപ്പ് ആൻഡ് ആൻറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പോളജിക്കൽ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിത് വെറുതെ പണ്ടത്തെ കാലത്തൊക്കെ പാസ്റ്റർമാർ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഇസ്ഹാക്ക് യേശുവിനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനം, ബട്ട് വി ഡോണ്ട് ഹാവ് എനി സച്ച് റെഫറൻസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. യോസഫിനെ ഇവരെ യേശുവായിട്ട് കണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യോസേപ്പ് സഹോദരന്മാരെ ഒറ്റുകൊടുക്കപ്പെട്ടു, യേശുവിനെ സഹോദരന്മാരെല്ലാം ഇട്ടിട്ട് പോയി, ഇങ്ങനെ പല പല കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ടൈപ്പാക്കി മാറ്റും. ഇത് ഇന്ന് പ്രസംഗത്തിൽ സാധാരണ കാണുന്ന ഒരു ടെക്നോളജിയാണിത്. ഓക്കെ, യോസേഫിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് യേശു ക്രിസ്തു ആക്കി മാറ്റും. ദാവീദിന്റെ കയ്യിലിരിക്കുന്ന കല്ലിനെ അങ്ങനെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. ഇതൊക്കെ അലഗറി ആൻഡ് ടൈപ്പോളജി ഇങ്ങനെയുള്ളതൊന്നും പുതിയ നിയമത്തിൽ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ദീസ് ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് ആർ റോങ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്തിലേക്ക് എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം, ഈ ഓദർ ഇൻറ്റന്റ് എന്നുള്ള വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഈ എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു എന്നുള്ള വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷെ എല്ലാ സമയത്തും എഴുത്തുകാരൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും നമുക്ക് എടുക്കേണ്ടി വരും. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഫസിയിലുള്ള മീനിങ്, ലെയർ ഓഫ് മീനിങ്സിലേക്ക് നോക്കുമ്പം ഈ പ്രൊഫസി പറഞ്ഞ ആൾക്ക് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ പല ക്രൈസ്റ്റ് റെഫറൻസസ് അവർ നടത്തുമ്പം they didn't know they were speaking about Christ. At least some people did not know. പക്ഷെ അവർക്ക് അറിയാമായിരുന്നു ക്രിസ്തു വരുമെന്ന്. പക്ഷെ ഈ പ്രവചനം ആരെക്കുറിച്ചുള്ളതാണ്, ഏത് സമയത്തേക്കുള്ളതാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. സോ ഓദർ ഇൻറ്റന്റ് എല്ലായിടത്തും ഒരുപോലെയല്ല. ഓക്കെ, അതെങ്ങനെ നമ്മൾ വേർതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും യു ഹാവ് ടു ലുക്ക് അറ്റ് ദ കോണ്ടെക്സ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഇന്റൻഷൻ ഓഫ് ദ ഓദർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും, ഒന്ന്, ഒരിക്കലും വേദപുസ്തകത്തെ വലിച്ചെടുക്കരുത്, അപ്പുറം ഇപ്പുറം വായിച്ചിരിക്കണം. ദർ ഇസ് എ കോണ്ടെക്സ്റ്റ്. ഓരോ വാക്കും വാക്യവും എന്തുദ്ദേശിക്കുന്നു നമ്മൾ ഓദർ ഇൻറ്റന്റ് കണ്ടുപിടിക്കണം. മറ്റൊന്ന്, പ്ലെയിൻ സെൻസിൽ ഒരു സ്ക്രിപ്ചർ നമ്മളോട് സംസാരിക്കുന്ന അർത്ഥത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വളരെ ലളിതമായി സംസാരിക്കുന്ന വാക്കുകളാണ്. ഒരു കാരണവശാലും തള്ളിക്കളയാൻ ഇടയാകരുത്. മൂന്ന്, ലാംഗ്വേജ് ആൻഡ് ഭാഷ ആൻഡ് ദ ടെക്സ്റ്റ്. ഓക്കെ, ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ, അത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ രൂപങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അർത്ഥം. ചില സമയത്ത് എന്താ, എഫ്രൈം നീ മറിച്ചിടാത്ത ദോശയാകുന്നു മലയാളത്തിലാണ്, അൺടേൺഡ് കേക്ക് എന്ന ഇംഗ്ലീഷിൽ. ഇവിടെ ഒരു എഫ്രൈം എന്ന് പറയുന്ന ഒരു ദോശയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഡിഡ്ന്റ് മീൻ ലൈക്ക് ദാറ്റ്, അല്ലേ? അപ്പോൾ ലിറ്ററലി ഞാൻ വ്യാഖ്യാനിക്കുള്ളൂ, ഞാൻ എല്ലാം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് എഫ്രൈം എന്ന് പറയുന്ന ഒരു ഗോത്രം ഒന്നുമല്ല, അതൊരു ദോശയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ എവറിത്തിങ് ഈസ് നോട്ട് മെൻ ടു ബി ലിറ്ററൽ. ഓക്കെ, ചിലതൊക്കെ ഒരു ഭാഷാ പ്രയോഗത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അന്ന് ആദ്യമായിട്ട് ഞാൻ ഈ ദോശ ബൈബിളിലുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റ് പ്രസംഗിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം, ഈ ദോശയുണ്ടല്ലോ ഇതിനകത്ത്, മറിച്ചിടാത്ത ദോശ. ഓക്കെ, എനിവേ, അപ്പോൾ ലാംഗ്വേജ് ആൻഡ് ടെക്സ്റ്റ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ടെക്സ്റ്റ് പഠിക്കണം. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ നോക്കുമ്പോൾ, വേദപുസ്തകത്തിൽ സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറേ ട്രൂത്തുകളുണ്ട്. ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ്, ഇമ്മ്യൂട്ടബിലിറ്റി, അതുപോലെ നിത്യത, അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇന്ന് പഠിച്ചൊരു കാര്യമാണ്. സോ വി നീഡ് ടു കീപ് ദീസ് പ്രിൻസിപ്പിൾസ് ഇൻ ദ മൈൻഡ് ദാറ്റ് ആൻഡ് അഫേം ദാറ്റ് ഗോഡ് നെവർ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ തെറ്റായ വ്യാഖ്യാന രീതികൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പറഞ്ഞിരുന്നെങ്കിലും, നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോമൻ കത്തോലിക്കർ എങ്ങനെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതെന്ന്? അതിൻ്റെ രീതിയുണ്ട്. ആ രീതി അൺബിബ്ലിക്കലാണ്, അൺസയൻറ്റിഫിക്കാണ്. ഓക്കെ, നിരീശ്വരവാദികൾ എങ്ങനെയാണ് ബൈബിളിനെ കാണുന്നത്, മിസ്റ്റിക്കുകൾ എങ്ങനെയാണ് ബൈബിളിനെ കാണുന്നത്, കൾട്ടുകൾ എങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ, ഓർത്തഡോക്സി, ക്രിസ്ത്യൻ ഓർത്തഡോക്സി, അത് ഓർത്തഡോക്സ് ചർച്ച് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്,
പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്ന ആളുകൾ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഓക്കെ, റോമൻസ് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ സഭയുടെ പ്രോഡക്റ്റ് ആയതിനാൽ ബൈബിൾ എങ്ങനെ വേണമെന്ന് പറയാൻ, ഏത് പുസ്തകമൊക്കെയാണെന്ന് പറയാൻ സഭയ്ക്കാണ് അധികാരം. അതുകൊണ്ട് സഭയാണ് ബൈബിളിനേക്കാളും വലുത്. ബൈബിൾ ഡസ് നോട്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ആൻ അതോറിറ്റി. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വ്യാഖ്യാന രീതികളുണ്ട്. എവിടെയാണ് തെറ്റുപറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി ഗ്രാമാറ്റിക്കൽ, ലിറ്ററൽ, ഹിസ്റ്റോറിക്കൽ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഓതർ ഇൻറ്റൻഡഡ് മീനിങ് നോക്കാതെ ഡീനോമിനേഷൻ ഇൻറ്റൻഡഡ് മീനിങ് നോക്കുമ്പോഴാണ് നമുക്ക് ഗുരുതരമായ തെറ്റുകൾ പറ്റുന്നത്. പിന്നെ ചില ആൾക്കാർ പറയും, ഞാനൊരു വെളിപ്പാട് കണ്ടു, ഈ വാക്യം ഞാൻ ഇങ്ങനെ കണ്ടു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് വെളിപ്പാട് കണ്ടാലും നിങ്ങൾ അതുമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഞങ്ങളെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. കാരണം നമുക്ക് ആകെ ഈ ബൈബിൾ മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നു, അവിടെ ഇരുന്ന് നിലവിളിക്കുന്നു, അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, നീ കുറച്ച് നാൾ തിരിച്ച് ഭൂമിയിലോട്ട് പൊക്കോ. അയ്യോ ഞാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിങ്ങൾ തിരിച്ചു പോരെ, അവിടെ കിടന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം വചനമല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്രയും മാത്രമേ പറയാനുള്ളൂ. ഇറ്റ്സ് നോട്ട് എ പബ്ലിക് പ്രീച്ചിങ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാം. ബട്ട് വെൻ യു ആർ സ്പീക്കിംഗ് ടു അനദർ പേഴ്സൺ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ബൈബിൾ ഈസ് ദ സോൾ അതോറിറ്റി. ബൈബിളിൽ പറയാത്ത ഒരു കാര്യവും പറയാൻ നമുക്ക് യാതൊരു റൈറ്റും ഇല്ല. എന്തുകൊണ്ടാണ് ഈ കൾട്ടുകൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും തരത്തിലുള്ള വിവിധങ്ങളായ ഉപദേശങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാതെ ഓരോരുത്തർ കാണുന്ന വിഷൻസും ദർശനവും, പിന്നെ അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാന രീതിയാണ്. മനുഷ്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് വ്യാഖ്യാനിക്കുക. കാരണം ദൈവം പറഞ്ഞു തന്ന വചനം ഗോഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് മനുഷ്യരുടെ പെർസ്പെക്റ്റീവിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത് അത് എറേനിയസ് ഗോസ്പൽ ആൻഡ് എറേനിയസ് ഡോക്ട്രിനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യമാണ് ഞാൻ റിവൈസ് ചെയ്ത് പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ വ്യാഖ്യാനിക്കാനിരിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. വി വിൽ സീ ദാറ്റ് ടുമോറോ ഓൺവേഴ്സ് വിൽ പ്രൊസീഡ് വിത്ത് ദിസ്. എന്തൊക്കെയാണ് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ? ഹൂ ക്യാൻ ഇൻ്റർപ്രറ്റ് ദ ബൈബിൾ? നമുക്കതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബോൺ അഗെയിൻ ആയിരിക്കണം. ഹി ഷുഡ് ഹാവ് ഹോളി സ്പിരിറ്റ് സ്പീക്കിംഗ് ടു ഹിം. കാരണം എഴുതിയ ആത്മാവ് നമുക്ക് വ്യാഖ്യാനിച്ചു തരണമെങ്കിൽ വി ഷുഡ് ഹാവ് എ മൈൻഡ് ദാറ്റ് ലിസൺസ് ടു ദ ഹോളി സ്പിരിറ്റ്. ഓൺലി എ ബോൺ അഗെയിൻ പേഴ്സൺ ക്യാൻ ഇൻ്റർപ്രറ്റ് ദ ബൈബിൾ പ്രോപ്പർലി. രണ്ടാമത്തെ കാര്യം, ഒരു മാസ്റ്റർ ആയിട്ടിരുന്ന് ഒരിക്കലും വചനം വായിക്കരുത്. ബി എ ഹംബിൾ സെർവൻറ്റ്, ബിക്കോസ് ദ ലോർഡ് ഈസ് സ്പീക്കിംഗ് ആൻഡ് ഐ ആം എ ലിസണർ. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ എന്ത് ഭക്തിയോടെ നമ്മൾ കേൾക്കണം, ആ രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. 3, എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ വചനം വായിക്കരുത്. സത്യത്താൽ സ്വതന്ത്രമാക്കപ്പെടാനും സത്യം എന്നെ വിശദീകരിക്കാനും വേണ്ടി ഞാൻ വായിക്കണം. മെസ്സേജ് ഒക്കെ ദൈവം തന്നോളൂ, ബട്ട് മൈ റീഡിങ് ഈസ് ഫോർ മൈ സാങ്ക്ടിഫിക്കേഷൻ. ഇനി അടുത്തത് ദൈവ ഭയമാണ്, ഭക്തിയാണ്. അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാത്തൊരു മൈൻഡ്. അപ്പം നിങ്ങൾ ചോദിക്കോ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ വായിക്കാനാണെങ്കിൽ പിന്നെ അത് അന്ധവിശ്വാസം അല്ല. ഞാൻ പറയുന്നത് അവിശ്വാസികൾക്ക് വേണേൽ ചോദ്യം ചെയ്യാം. ഞാൻ പറയുന്നത് വിശ്വാസികൾ, വചനം പഠിപ്പിക്കുന്നവർ എങ്ങനെ ഇത് വ്യാഖ്യാനിക്കും. ഇഫ് യു ഡോണ്ട് ഹാവ് എ റെവറൻസ് ടു ഗോഡ്, ഡോണ്ട് കം ആൻഡ് ഓപ്പൺ ദ ബൈബിൾ. അതിൽ നിന്ന് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. യു നീഡ് ടു ഹാവ് ദാറ്റ് എ സ്റ്റഡി റെവറൻസ് ടു ഗോഡ്. യു ആർ ഓൾവേസ് ഓണർ ആൻഡ് ഫിയർ ഗോഡ്. പിന്നെ ആൻ അബ്സല്യൂട്ട് ഒബീഡിയൻസ്. കർത്താവ് ഈ വചനം എന്നോട് പറഞ്ഞു തന്നാൽ എനിക്കിത് അനുസരിക്കാനുള്ള കൃപ നീ നൽകണം. ഓക്കെ, ഞാനിത് വെറും പഠിതാവായി മാറരുത്. ഐ നീഡ് ടു ഒബേ ഇറ്റ് ഫ്രം ദ സാങ്ക്ടിഫിക്കേഷൻ ദാറ്റ് ഇറ്റ് ഗിവ്സ് മീ. പ്രാർത്ഥനയോടെ, ഓക്കെ, ദൈവത്തിൻ്റെ വചനത്തോടുള്ള ആഗ്രഹത്തോടെയും ദാഹത്തോടെയും വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. നെവർ അപ്രോച്ച് ദ ബൈബിൾ ഇൻ എനി കപ്പാസിറ്റി ഓഫ് യുവർ ഓഫീസ്. അപ്രോച്ച് ദ ബൈബിൾ ആസ് എ ഹംബിൾ സെർവൻറ്റ്, ഹംബിൾ സ്ലേവ് വാണ്ടിങ് ടു നോ ദ ട്രൂത്ത്സ് ഓഫ് ഗോഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ അങ്ങയുടെ വചനത്തെ നോക്കുവാൻ, തെറ്റായ വചന വ്യാഖ്യാന രീതികളിൽ നിന്ന് പലരും കർത്താവ് അന്ത്യകാലത്ത് ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ ടു ഗെറ്റ് ടു ദ ട്രൂത്ത്, ഓ ലോർഡ് കർത്താവ്, അവിടെ ഞങ്ങൾക്ക് എഴുതി തന്നപ്പോൾ എന്തങ്ങ് ഉദ്ദേശിച്ചോ ആ ഉദ്ദേശത്തിലേക്ക് ആത്മാവ് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം വഴിതെറ്റിക്കുന്ന ഉപദേശങ്ങൾ ഞങ്ങളുടെ ചുറ്റും തെറ്റായ വ്യാഖ്യാന രീതികൾ കൊണ്ട് വന്ന് കർത്താവ് മനുഷ്യരെ വഞ്ചിക്കുമ്പോൾ ഞങ്ങൾ അനേകർക്ക് സുബോധം നൽകുന്നവരും പഠിക്കുന്നവരും അങ്ങനെ മനസ്സിലാക്കുന്നവരും അങ്ങയുടെ ഹൃദയം അന്വേഷിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.